الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. رب اشرح لي صدري ويسر لي واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങൾ, പ്രപഞ്ച സൃഷ്ടാവും സംരക്ഷകനും കാരുണ്യവാനും കരുണാവാരിധി ഏറെ പൊറുക്കുന്നവനുമായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമല്ല ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുവാൻ അതിയായി ആഗ്രഹിക്കുക, പരിശ്രമിക്കുന്നതോടൊപ്പം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കരികിലേക്ക് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മഹാനായ അലി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ഒരു പരാതിയുമായിട്ടാണ് കടന്നു വരുന്നത്. എന്തായിരുന്നു അവിടുത്തെ പരാതി? അദ്ദേഹം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാൻ അവർക്ക് മഹർ നൽകാൻ ശേഷിയില്ലാതെ ഇദ്ദഹർ എന്ന പുല്ല് കാലങ്ങളോളം അരിഞ്ഞു വിറ്റ് രണ്ടൊട്ടകങ്ങളെ മേടിച്ചു.
അങ്ങനെ ആ ഒട്ടകങ്ങളെ നോക്കാൻ ഒരു യുവാവിനെ ഏൽപ്പിച്ചു. ഒരു ദിവസം ആ ഒട്ടകങ്ങൾക്കരികിലേക്ക് ലഹരി ബാധിതനായി ചുമന്ന കണ്ണുകളുമായി കയ്യിൽ ഒരു വലിയ കരാറയുമായി കടന്നു ചെന്ന ഹംസ റളിയല്ലാഹു അൻഹു ആ ഒട്ടകത്തെ കുത്തി കുടൽമാല പുറത്തെടുത്തു. ഇത് സഹിക്കവയ്യാതെയാണ് അലി റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ടുകൊണ്ട് പരാതിയുമായി പ്രവാചകനെ വിളിച്ചത്. സഹോദരങ്ങളെ, നാം അറിയുക, പിന്നീട് ആ ഹംസ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ സയ്യിദുൽ ശുഹദാ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. അന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അരികിൽ ചെല്ലുകയും ചുമന്ന വീർത്ത കണ്ണുകളുമായി രക്തം പുരണ്ട കടാരയുമായി ഇരിക്കുന്ന അൻസാർ റളിയല്ലാഹു അൻഹുവിനോട് ഒന്നും പ്രതികരിക്കാതെയാണ് തിരിച്ചു പോകുന്നത്. പ്രിയമുള്ളവരെ, ജാഹിലിയ്യ കാലഘട്ടത്തെ കുറിച്ച് നാം പഠിച്ചിട്ടില്ലേ? ആ സമൂഹം ഒന്നാകെ മദ്യത്തിൽ ആറാടിയിരുന്ന സമൂഹമായി. മദ്യം അവരുടെ ജീവിത മാർഗമായി. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ആകെയുള്ള വേവലാതി, അവരുടെ ഏറ്റവും വലിയ പ്രയാസമെന്താ? മദ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ മദ്യത്തിന്റെ ലഹരി, അതിന്റെ മാധുര്യം വിട്ടേച്ച് പോകേണ്ടി വരുമല്ലോ എന്നതായിരുന്നു അവരുടെ പ്രയാസം. അതുകൊണ്ട് തന്നെ ഒരു കവി ഇപ്രകാരം പാടി: ഇലാ മുഫദ്ഫിന്നി ഇലാ ജംബി കറാമത്തി തുറബ്ബി ഇവാനി ബഅദ മൗതി ഉറൂഖുഹാ. ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരിവള്ളികളുടെ ചുവട്ടിൽ മറവ് ചെയ്യണം. മരണശേഷം എന്റെ എല്ലുകൾക്ക് അതിൻ്റെ ആ മാധുര്യം നുകരാമല്ലോ. വലാതുഫന്നി ബിൽ ഫലാത്തി. എന്നെ ഒരിക്കലും, ഞാൻ മരിച്ചാൽ എന്നെ ഒരിക്കലും മരുഭൂമിയിൽ, മൈതാനത്ത് നിങ്ങൾ മറവ് ചെയ്യരുത്. ഫഇന്നനി അഖാഫു ഇദാ മാ മുത്തു അല്ലാ അദൂഖുഹാ. മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാധുര്യം നുകരാൻ കഴിയാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മൈതാനത്ത് നിങ്ങൾ മറവ് ചെയ്തു പോകരുതേ എന്ന് അവർ കവിതയിലൂടെ, പാട്ടിലൂടെ എല്ലാം വസീയത്ത് ചെയ്യുമായി. അങ്ങനത്തെ ഒരു സമൂഹം. ആ സമൂഹത്തെയാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ വചനങ്ങളിലൂടെയെല്ലാം പരിവർത്തിപ്പിച്ചെടുത്തത്. മദ്യത്തെ അത്രമാത്രം അവർ സ്നേഹിച്ചിരുന്നു. മദ്യമില്ലാതെ ജീവിതമില്ല എന്ന് പ്രഖ്യാപിച്ച സമൂഹമാണവർ. അവരുടെ ഹൃദയങ്ങളിൽ വിശുദ്ധ ഖുർആൻ വരുത്തിയ മാറ്റം, പ്രവാചകന്റെ വചനങ്ങൾ വരുത്തിയ മാറ്റം അത്ഭുതകരമാണ്. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞില്ലേ, ലഹരി ഉണ്ടാക്കുക മാത്രമല്ല, അതവരുടെ വരുമാനത്തിന്റെ സ്രോതസ്സായി ഏറ്റവും വലിയ. അതായിരുന്നു മദ്യവുമായി അവർക്കുള്ള ബന്ധം. നോക്കൂ, ഒരിക്കൽ യമനിലേക്ക് പ്രബോധനത്തിനായി മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുന്നു. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകരോട് ചോദിച്ചു, ജനങ്ങൾ തേനിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു ലഹരി പാനീയത്തിന്റെ വിഷയത്തിൽ ഞാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്ന്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്നവയെല്ലാം ഹറാമാണ്, നിഷിദ്ധങ്ങളാണ്. മാത്രമല്ല കുല്ലു മുസ്കിരിൻ ഹംർ.
വകുല്ലു ഖംറിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും മദ്യമാണ്, എല്ലാ മദ്യവും ഹറാമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി അതൊരു ചികിത്സക്കായാൽ പോലും ചില ആളുകൾ അങ്ങനെ വാദിക്കാറില്ല. ചില ലഹരികളെല്ലാം അത് ചികിത്സയ്ക്ക് അനുവദനീയമാണ് എന്ന് വാദിക്കുന്നവർ ഒരിക്കലുമില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് ആ വിഷയത്തിൽ? ഇന്നഹാ ലൈസത് ബിദവാഇൻ വലകിന്നഹാ ദാഉ. നിശ്ചയം അതൊരിക്കലും മരുന്നല്ല, പിന്നെയോ രോഗമാണ്. രോഗത്തെയാണ് ഇത് ക്ഷണിച്ചു വരുന്നത്. എത്രയെത്ര ആരോഗ്യവാന്മാരുടെ കഥ നമുക്കറിയാം. എത്ര പേരുടെ ചിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പ്രിയമുള്ളവരെ, നല്ല ആരോഗ്യത്തോടു കൂടി സമൂഹത്തിൽ വാണിരുന്ന പലരും മദ്യത്തിന്റെ ലഹരിയുടെ പിടിയിൽ അമർന്ന് ഒന്നുമല്ലാതെയായി നശിച്ചു പോയവർ. ആരോഗ്യമെല്ലാം ക്ഷമിച്ച് സമ്പത്തെല്ലാം നശിച്ച് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, ആർക്കും വേണ്ടാത്തവരായി തള്ളപ്പെട്ടവരായി മാറിയിട്ടില്ലേ? എത്രയെത്ര ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ചിലർ നിത്യരോഗികളായി മാറി, മറ്റു ചിലർ ആ മദ്യത്തോടെ തന്നെ പൊലിഞ്ഞുപോയി. അങ്ങനെ എത്ര കഥകൾ നമുക്ക് മുന്നിലുണ്ട് സഹോദരങ്ങൾ. മാത്രമല്ല, ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന ചില ഭവിഷ്യത്തുകൾ കൂടി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. അൽ ഖംറു ഉമ്മുൽ ഫവാഹിശ വ അക്ബറുൽ കബാഇർ. മദ്യം എല്ലാ മ്ലേച്ഛതകളുടെയും മാതാവാണ്, എല്ലാ തിന്മകളുടെയും മാതാവാണ്. ഇന്നയോ വൻപാപങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ലഹരിയുടെ ഗൗരവം കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചു. അത് കുടിച്ചാലുണ്ടാവുന്ന മറ്റൊരു ദോഷത്തെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നു. മൻ ശരിബഹാ വഖഅ അലാ ഉമ്മിഹി വഖാലത്തിഹി വഅമ്മത്തിഹി. ഒരുവൻ അത് നുകർന്നാൽ, ലഹരി ബാധിച്ചവനാൽ അവന്റെ ഉമ്മയെയും അവന്റെ മാതൃ സഹോദരിയെയും പിതൃ സഹോദരിയെയും വ്യഭിചരിച്ചവന് തുല്യമായിരുന്നു. അത്രമാത്രം ഗൗരവമുണ്ട് പ്രിയമുള്ളവർ. ഇനി വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത് നോക്കാം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിർ, നിശ്ചയമായും മദ്യവും അതുപോലെ തന്നെ ചൂതാട്ടവും, വൽ അൻസാബ് പ്രതിഷ്ഠകളും, വൽ അസ്ലാം പ്രശ്നം വെച്ചുള്ള നോട്ടവും, റിജ്സും മിൻ അമലി ശൈത്വാൻ, അതെല്ലാം ശൈത്വാനിന്റെ പ്രവർത്തനങ്ങളാണ്. സർവസ്വവും പിശാചിന്റെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഫജ്തനീബു, നിങ്ങൾ അത് വർദ്ധിക്കണേ, നിങ്ങൾ അതിനെ വെടിയണം കേട്ടോ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം, വിജയികളിൽ ഉൾപ്പെടാം. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം അറിഞ്ഞോളൂ പ്രിയമുള്ളവരെ. ഇസ്ലാമിന്റെ അഥവാ വിശ്വാസികളുടെ മുഖ്യ ശത്രു, ആ മുഖ്യ ശത്രുവായ പിശാച് ഈ മദ്യപാനത്തിലൂടെ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത്, ഒന്നാമതായിട്ട് പിശാച് ഉദ്ദേശിക്കുന്നത് എന്താ? ശത്രുതകൾ ഉണ്ടാക്കുക, പരസ്പരം ശത്രുക്കളാക്കി മാറ്റുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും അകറ്റിക്കളയുക. അതിലൂടെ നമസ്കാരങ്ങളിൽ നിന്നെല്ലാം മനുഷ്യനെ തെറ്റിച്ചു കളയുക. ഇന്നമാ യുരീദു ശൈത്വാൻ അൻ യൂഖിഅ ബൈനകുമുൽ അദാവ വൽ ബഗ്ളാ. തീർച്ചയായും പിശാച് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും എല്ലാം നിങ്ങളെ പരസ്പരം ശത്രുക്കളാക്കുവാനാണ്, വിദ്വേഷമുള്ളവരാക്കുവാനാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ? ഫിൽ ഖംറി വൽ മൈസിർ. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. മദ്യവും ചൂതാട്ടവും. ഈ ചൂതാട്ടം എന്ന് പറയുമ്പോൾ
അതിലാണ് പണ്ഡിതന്മാർ ഗണിച്ചിട്ടുള്ളത്. ലോട്ടറിയും ഉൾപ്പെടുന്നു. ഇന്നമൽ ഖംറു വൽ മൈസിർ. ആ മൈസിറില് ലോട്ടറിയും ചേർത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് അല്ലാഹു പറഞ്ഞത് വയസ്സുദ്ദുക്കും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും, അകറ്റിക്കളയും. നമുക്കറിയാലോ ഒരു മദ്യപാനിയുടെ നിലപാട് എന്താണ്? എന്നിട്ട് നമസ്കാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഇതെല്ലാം പിശാച് ഇതിലൂടെ ചെയ്യുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് അവസാനിപ്പിച്ചത് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഇനിയും വിരമിക്കാനായില്ലയോ? സഹോദരങ്ങളെ മനസ്സിലാക്കണം, വലിയൊരു സമൂഹം ഈ മദ്യത്തിൽ ഇങ്ങനെ ആറാടി മദ്യത്തിന്റെ വല്ലാത്ത ലഹരിയിൽ ഇങ്ങനെ ഉന്മാദ നൃത്തം ചവിട്ടി ജീവിച്ചിരുന്ന സമൂഹം, ആ സമൂഹത്തെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ പടച്ച റബ്ബ് തിരുത്തുന്നത് വല്ലാത്ത അത്ഭുതമാണ്. മദ്യം നുകർന്നുകൊണ്ടിരുന്ന ആളുകൾ മദ്യത്തിന്റെ ചകശകത്തിന് മുന്നിൽ ആർത്തിയോടത് കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഫഹൽ അൻതും മുൻതഹൂൻ എന്ന ഖുർആനിന്റെ ചോദ്യത്തിന് മുന്നിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ വായിക്കകത്ത് വിരലുകൾ കടത്തി ഛർദ്ദിച്ചു കളയുന്നു. മാത്രമല്ല അവിടെ മദ്യം ശേഖരിച്ചു വെച്ചിരുന്ന ആ മദ്യത്തിന്റെ ചഷകങ്ങളെല്ലാം, ആ വലിയ കോപ്പകളെല്ലാം വീപ്പകളെല്ലാം തച്ചുടച്ചു. എന്നിട്ട് അവിടെ മദ്യത്തിന്റെ പുഴയൊഴുകി. ചരിത്രത്തിൽ നമുക്കത് കാണാം. സുബ്ഹാനല്ലാഹ്, ആലോചിക്കുന്നു, മദ്യത്തിന്റെ പുഴയൊഴുകി. അത്രമാത്രം പരിവർത്തനം വിശുദ്ധ ഖുർആൻ അവർക്കുണ്ടാക്കി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വചനങ്ങൾ ആ സമൂഹത്തെ മാറ്റിമറിച്ചു. ലഹരിയുടെ ഗൗരവം പഠിപ്പിച്ചു ഉമ്മത്തിന്. വല്ലാത്ത അത്ഭുതമാണ്. മാത്രമല്ല സ്വർഗം ആഗ്രഹിക്കുന്നവർക്ക് അത് നിഷിദ്ധമായി തീരും. ലാ യദ്ഖുലുൽ ജന്നഹ്, സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ആര് പ്രവേശിക്കില്ല? മന്നാനും, കൊടുത്തതെടുത്ത് പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മുഴുക്കുടിയന്മാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അറിയണം പ്രിയമുള്ളവരെ, അള്ളാഹു ശപിച്ച വിഭാഗമാണ്, പടച്ചറപ്പിന്റെ ശാപത്തിന് വിധേയമാകുന്നവരാണ് ലഹരി ഉപയോഗിക്കുന്നവർ. ലഅനല്ലാഹു ഖംറ, മദ്യം നുകരുന്നവരെ അള്ളാഹു ശപിച്ചു. വലഅന ശാരിബഹ, അത് കുടിക്കുന്നവൻ മാത്രമല്ല കുടിപ്പിക്കുന്നവരെയും. ലഹരി നുകരുന്നവർ മാത്രമല്ല ലഹരി പകർന്നു നൽകുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? വശാരിബഹ വസാഖിയഹ, അത് നുകരുന്നവരെ, കുടിക്കുന്നവരെയും കുടിപ്പിക്കുന്നവരെയും. പിന്നെയോ വആസിറഹ വമുഅ്തിസറഹ, അത് ഉണ്ടാക്കുന്നവരെയും വിൽപ്പന നടത്തുന്നവരെയൊക്കെ ശപിച്ചിരിക്കുക. അത് ഉണ്ടാക്കുന്നവരെയും, മദ്യം ഇങ്ങനെ പിഴിഞ്ഞുണ്ടാക്കൂല, അവരെ ശപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അത് കച്ചവടം ചെയ്യുന്നവനെയും വാങ്ങുന്നവനെയും ശപിച്ചിരിക്കുന്നു. അത് വിൽക്കുന്നവനെയും വാങ്ങുന്നവനെയും ശപിച്ചു. അത് വഹിക്കുന്നവരെയും വഹിപ്പിക്കുന്നവരെയും ശപിച്ചിരിക്കുന്നു. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഭക്ഷിക്കുന്നവരെയും ശപിച്ചിരിക്കുന്നു. അതിന്റെ മൂല്യം പറ്റി ജീവിക്കുന്നവരെ വരെ ശപിച്ചു. അതുകൊണ്ട് തന്നെ ലഹരിക്ക് വേണ്ടിയുള്ള ഒരുത്തന്റെ സമരം, ലഹരിക്ക് വേണ്ടിയുള്ള സമരത്തെയല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്. ലഹരിക്ക് വേണ്ടിയുള്ള, ലഹരി കൊടുത്തുകൊണ്ടുള്ള ജിഹാദിനെ അല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്. മറിച്ച് ലഹരിക്കെതിരെയുള്ള ജിഹാദിനെയാണ്. പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കണം, പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നുണ്ട്. ലാ റൈബ അന്ന മുകാഫഅത്തൽ മുസ്കറാത്തി വൽ മുഖദ്ദറാത്തി
മിൻ അളമിൽ ജിഹാദി ഫീ സബീലില്ലാഹ്. ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് എന്താ പറഞ്ഞെന്നറിയോ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്? മഹത്തായ വിശിഷ്ടമായ ഒരു ജിഹാദായിട്ടാണ്, അതിശ്രേഷ്ഠമായ ഒരു ജിഹാദായിട്ടാണ് ഗണിച്ചിട്ടുള്ളത് പണ്ഡിതന്മാർ. തീർന്നില്ല. വമൻ ഖുതില ഫീ സബീലില്ലാഹി സബീലി മകാഫഹത ഹാദ ശർ വഹുവ ഹുസ്നുൻ നിയ്യ ഫഹുവ മിനസ് ശുഹദാ. ആരെങ്കിലും ഒരുവൻ ആ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ പേരിൽ ജീവഹാനി സംഭവിച്ചാൽ, മരണപ്പെടേണ്ടി വന്നാൽ, അവൻ ശുഹദാക്കളിൽ പെട്ടുപോകും, ഷഹീദാണ്. എത്ര മനോഹരമാണ് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ തീരുമാനങ്ങൾ, ഇസ്ലാം പഠിപ്പിക്കുന്ന മനോഹരമായ കാര്യങ്ങളെ കുറിച്ചൊന്ന് വിലയിരുത്തി നോക്കുന്നത് എത്രമാത്രം ഗൗരവമുണ്ട്. പക്ഷേ ഇന്നിന്റെ ലോകം വല്ലാത്തൊരു അത്ഭുതകരമായ അവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ, ഈ ഉമ്മത്തിനെ ലോകത്തിന് മുന്നിൽ വേറൊരു ചിത്രം വരയ്ക്കണം ഈ ഉമ്മത്തിനെ കുറിച്ച്. വല്ലാത്തൊരു അപകടം നിറഞ്ഞൊരവസ്ഥയിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോകും. എന്ത് കാരണം? അത്ഭുതപ്പെടാറില്ല. അതങ്ങനെ വരും എന്ന് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് പഠിപ്പിക്കും. അതിന്റെ ഗൗരവം, ഒരു ചെറിയ ന്യൂനപക്ഷം, ആ ന്യൂനപക്ഷം ശരിയാണ്, എല്ലാ മതത്തിലുമുണ്ട്. ഏത് മതത്തിലില്ലാത്തത്? എല്ലാ മതത്തിലും ലഹരിയോട് താല്പര്യമുള്ളവർ, അതിനുവേണ്ടി പണിയെടുക്കുന്നവർ, അത് അനുഭവിപ്പിക്കുന്നവർ, അതിന്റെ പേരിൽ സമ്പാദിച്ചു കൂട്ടുന്നവർ ഒരു ന്യൂനപക്ഷം എല്ലാ വിഭാഗത്തിലും. പക്ഷേ മുസ്ലിം ഉമ്മത്തിന്റെ വിഷയത്തിൽ മാത്രം അതിർക്കവിഞ്ഞ താല്പര്യം കാണിക്കുന്ന സ്ഥലം. ഇൻഷാ അല്ലാഹ് എന്തുകൊണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് എൻ്റെയും നിങ്ങളെയും ഉണർത്തുകയാണ് വസിയത്ത്. അള്ളാഹു നമ്മെ അതിൽ തുണക്കുമാറാണ്. സഹോദരങ്ങളെ, ഒരു വലിയ സാമൂഹ്യ തിന്മയായ ലഹരി, ആ ലഹരിയെയും മദ്യത്തെയും ഇത്രമാത്രം ശക്തമായി എതിർക്കുന്ന ഒരു മതം വേറെ കാണാൻ സാധ്യമല്ല. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലൂടെ കടന്നുപോയാൽ, വിശുദ്ധ ഖുർആനിന്റെ താളുകളിലൂടെ കടന്നുപോയാൽ അത്ഭുതകരമായിട്ടുള്ള ഒരു എതിർപ്പുകളാണ് ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുള്ളത്. മാത്രമല്ല അതുമൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും സമൂഹത്തിൽ നടമാടുന്ന എല്ലാ തരത്തിലുള്ള തോന്നിവാസങ്ങളെക്കുറിച്ചും വിശദമായി വിശദീകരിച്ചു തരുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇതൊക്കെയാണെങ്കിലും എന്തുകൊണ്ട് ഈ ഉമ്മത്തിനെ ഈ ലഹരിയുടെയും മദ്യത്തിന്റെയും എല്ലാം ആളുകളാക്കി ചിത്രീകരിക്കാൻ ചിലർ വെമ്പൽ കൊള്ളുന്നു എന്നുള്ളത് ആശ്ചര്യകരമാണ്. നമുക്കറിയാം, മുൻപ് ലവ് ജിഹാദ് എന്നൊരു പദം നമ്മൾ കേട്ടിട്ടുണ്ടില്ലേ? അതിന്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി. ഇവിടുത്തെ ജുഡീഷ്യറി വരെ അത് നിഷേധിച്ചു. പക്ഷെ എന്നാൽ ഒരു പറ്റം ആളുകൾ ഇപ്പോഴും അതുണ്ട് എന്ന് തന്നെ വാദിക്കുന്നു. അവരാഗ്രഹമാണത്. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തകർത്ത് കളയുക എന്ന അതിയായ ആഗ്രഹം. ഒന്നാമത്തെ കാരണം അസൂയയാണ്. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയുന്നതല്ല, മനസ്സിലായില്ലേ? ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്ത് സഹോദരങ്ങളെ? ജിഹാദിനെ വ്യക്തമായി പഠിപ്പിക്കുന്ന മതമാണ്. കൃത്യമായിട്ട് ആ പദത്തെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ടല്ലോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത്.
ഞാൻ പറഞ്ഞാൽ ഇത്തരം ആളുകൾക്കെതിരെയുള്ള അവരോടുള്ള സമരം പോലും അത് തന്നെയാണ് ഒരു ജിഹാദിന്റെ ഗണത്തിൽ വരുന്നത്. ജിഹാദി എന്ന് പറഞ്ഞാൽ ഇവരിപ്പോ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ വന്നിട്ടുള്ള നാർക്കോട്ടിക് ജിഹാദാണ്. മനസ്സിലായില്ലേ? ലഹരി മരുന്നുകളൊക്കെ കൊടുത്തിട്ട് അവരുടെ പെൺകുഞ്ഞുങ്ങളൊക്കെ വഴികേടിലാക്കുക എന്നുള്ള വല്ലാത്ത അർത്ഥം, വല്ലാത്ത ആശയം. അത് പറയാൻ പാടില്ലാത്ത ഒരു പ്രധാന വ്യക്തിത്വം പറയാൻ പാടില്ലാത്ത സ്ഥലത്ത് നിന്ന് പ്രഖ്യാപിക്കുകയും അതിനെ നെഞ്ചിലേറ്റാൻ വലിയൊരു സമൂഹം കടന്നു വരികയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഇതിന്റെ പിന്നിലെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ്? വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യം എന്താ? ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണം നടക്കുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു വലിയ സമൂഹത്തിന്റെ ലക്ഷ്യമാണ് ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിച്ച് അവർക്ക് ലാഭം കൊയ്യുക എന്നുള്ളത്. അതിനെ കരുതിയിരിക്കണം പ്രിയമുള്ളവരെ. ഇതൊന്നും നമ്മളെ അപേക്ഷിച്ചൊരു പഠിച്ച ആളുകൾക്ക്, കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഒരു അത്ഭുതമൊന്നുമില്ല. കാരണം അള്ളാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലതുബ്ലഉന്ന ഫീ അംവാലികും വഅൻഫുസികും, തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളിൽ അവരിൽ നിന്ന് പലതും നിങ്ങൾ കേൾക്കേണ്ടി വരും. അവരിൽ നിന്ന് മാത്രമല്ല, വമിനല്ലദീന അശ്റകൂ, ശിർക്ക് ചെയ്യുന്ന ആളുകൾ, ശിർക്ക് ചെയ്യുന്നവരിൽ നിന്നും നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളിൽ നിന്നും നിങ്ങൾ കേൾക്കേണ്ടി വരും. അദൻ കസീറ, സുബ്ഹാനല്ലാഹ്, അദൻ കസീറ, ധാരാളം കുത്തുവാക്കുകൾ. അത്ഭുതമല്ലേ? വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേൾക്കാതിരിക്കുമെന്ന് നാം കേൾക്കേണ്ടി വരും. ആരും അത്ഭുതപ്പെട്ടിട്ട് പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്ന പടച്ച റബ്ബിന്റെ വേദഗ്രന്ഥത്തിലെ വാക്കുകളാണ്. തെറ്റുപറ്റൂല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മൾ ചെയ്യേണ്ടത് എന്താ? വല്ലദീ തസ്ബിറു വതത്തഖു, നിങ്ങൾ ക്ഷമിക്കാൻ സൂക്ഷ്മതയുള്ളവരായി. ഇത് രണ്ടുമാണ് നമുക്ക് പ്രശ്നം. ഇത് രണ്ടും നമുക്ക് പ്രശ്നം. തെക്കുവയുള്ളവരാകണം, ക്ഷമയുള്ളവരാണ്. നമ്മൾ ഇതിന്റെ പേരിൽ ഒരു വലിയ പന്തക്കുളത്ത് പ്രകടനം നടത്തേണ്ട ആളുകളല്ല. നമ്മൾ കരുതും അങ്ങനെ നമ്മളൊരു ശക്തമായ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് വലിയൊരു പന്തക്കുളത്ത് പ്രകടനം ഇവർക്കെതിരെ നടത്താം. അതല്ല ഇസ്ലാമിന്റെ നിർദ്ദേശം. പ്രതികരിക്കേണ്ട രീതികൾ മാന്യമായി ക്ഷമയോടുകൂടി ഇസ്ലാമിന്റെ സംസ്കാരത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള പ്രതികരണം, അതിനെയാണ് ഇസ്ലാം സ്വാഗതം ചെയ്യുന്നത്. മാത്രമല്ല, വത്തഖൂ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവണം. പ്രിയമുള്ളവരെ, നമുക്ക് സാധിക്കുമോ നമ്മുടെ ജീവിതത്തിന്റെ നികിത മേഖലകളിലും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് മുന്നേറാൻ? എങ്കിൽ അല്ലാതെ സഹായം ഉണ്ടാവും. ഇതൊന്നൊരു പ്രശ്നമല്ല. മനസ്സിലായില്ലേ? ഈ കൊടുങ്കാറ്റൊന്നും ഒരു പ്രശ്നമല്ല. അള്ള സഹായിക്കും. പക്ഷെ ഈ ഉമ്മത്തിന് മുൻകാലങ്ങളിൽ ഉണ്ടായ സ്വഹാബത്തിന്റെ ആ തഖ്വാബോധമുണ്ടല്ലോ, ആ സൂക്ഷ്മത ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കണ്ണിനെയും കരളിനെയും കാതിനെയും സൂക്ഷിക്കാൻ, സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പുലർത്താൻ, ഇടപാടുകളിൽ കൃത്യനിഷ്ഠതയുണ്ടാവാൻ, കരാറുകൾ പാലിക്കാൻ, ഞാൻ മുസ്ലിമാണ് എന്ന് ഇൻസത്തോടുകൂടി പറയാൻ നമുക്ക് സാധ്യമാകുമോ? ഇതെന്തിനാ പേടിക്കണം? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആരെ പേടിക്കണം? അള്ളാഹുവിന്റെ സഹായം. മനസ്സിലായില്ലേ? ഇത് ദൃഢനിശ്ചയം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് അള്ളാഹ് പറഞ്ഞത്.
അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മതയുള്ളവരാണ്, നമ്മൾ ക്ഷമിക്കാം. എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ നേരിടേണ്ടത്? ഇവിടുത്തെ നിയമത്തെ ലംഘിക്കാതെ. നമ്മൾ ഇതല്ല ഇസ്ലാം, ഇതല്ല ഇസ്ലാമിന്റെ ജിഹാദ് അല്ല ഇത്. അങ്ങനെ ഒരു ജിഹാദ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം നിഷിദ്ധമാണ്. അതിന്റെ കോട്ടങ്ങളെ കുറിച്ച് കൃത്യമായി വരച്ചു കാണിച്ച, ലഹരി കൊടുത്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ജിഹാദ് ഇവർക്കറിയാം. ഇത് ശരിയല്ല, പറയുന്നത് ശരിയല്ല എന്ന് അവർക്കെന്നെ അറിയാം. മനസ്സിലായില്ല? അതവർക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരുടെ അസൂയയാണ്. അവര് ആഗ്രഹിക്കുമെന്നാണ് അവരുടെ അധികം ആളുകളും ആഗ്രഹിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങളെ വിശ്വാസികൾ നിങ്ങളായതിനു ശേഷം നിങ്ങളെ വീണ്ടും ആ കുഫറിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അവരുടെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, മടക്കിക്കൊണ്ടുവരാനാണ് അവരാഗ്രഹിക്കുന്നത്, പരിശ്രമിക്കുന്നത്. മനസ്സിലായില്ലേ? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ശുദ്ധ ഖുർആൻ പറയുന്നതാണ് ഹസദൻ, അസൂയയാണ്. നമ്മള് മറ്റ് സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് കേരളക്കരയിലുള്ള ആളുകളെ ഒന്ന് വിലയിരുത്തും നിങ്ങൾ. ഇവിടുത്തെ മുസ്ലിമീങ്ങൾ വിദ്യാസമ്പന്നരാണ് ബഹുഭൂരിഭാഗം. ഇവിടുത്തെ മുസ്ലിമീങ്ങൾ സാമ്പത്തികമായി ഉന്നതയിലെത്തിയിട്ടുള്ള ആളുകളാണ്. ഇവിടുത്തെ മുസ്ലിമീങ്ങൾ എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും ഉയർച്ചയുള്ളവരാണ്. അത് തന്നെയാണ് ഒന്നാമത്തെ അസൂയ, അല്ലേ? അവർക്കറിയാം, അവർക്ക് സത്യം വന്നത് കിട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവർക്ക് വ്യക്തമായി സത്യം എന്താണെന്ന് അവർക്കറിയാം. അവർക്കറിയാഞ്ഞിട്ടൊന്നല്ല, പക്ഷെ അവരുടെ അസൂയ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തോ, ക്ഷമിച്ചോ, പുറത്തു കൊടുത്തു, ക്ഷമിച്ചോളൂ, വിട്ടുവീഴ്ച ചെയ്തോളൂ, പുറത്തു കൊടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ നിങ്ങൾ ക്ഷമിച്ചോളൂ, വിട്ടുവീഴ്ച ചെയ്തോളൂ. അള്ളാഹുവിന്റെ കൽപ്പന വരും. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം വെച്ചിട്ടുണ്ട്, ഒരു അവധി വെച്ചിട്ടുണ്ട്. തീർച്ചയായും അതുവരെ കാത്തിരിക്കുക. ഇത് അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണ്, വെറുതെ പറയുന്നതല്ല. ക്ഷമിക്കാൻ പറ്റുമോ നമുക്ക്? വിട്ടുവീഴ്ച നൽകാൻ തയ്യാറുണ്ടോ നമ്മള്? എങ്കിൽ അള്ളാഹുന്റെ കൽപ്പന അള്ളാഹ് കൊണ്ടുവരുന്നത് അത്ര മതി. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രയാസപ്പെടേണ്ടതില്ല, വേദനിക്കേണ്ടതില്ല. നാം നമ്മുടെ പദപ്രയോഗങ്ങൾ വരെ സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. നാം വിശ്വാസികളാണെന്നുള്ള ബോധത്തോടു കൂടി നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസം നന്നാക്കുക. നമ്മുടെ സൽക്കർമ്മങ്ങളിൽ നാം ഒരു ഇളവില്ലാതെ മുന്നേറുക. കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് പണച്ചിറക്കുമായി എടുക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിം സൊസൈറ്റിയിലെ ഒരു മെമ്പറാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള വിശ്വാസാചാര കർമ്മങ്ങൾ എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലയിലുമുള്ള സൂക്ഷ്മതയും കൈവരിച്ചുകൊണ്ട് മുന്നേറുക. എങ്കിൽ അള്ളാഹുവിന്റെ സഹായം സുനിശ്ചിതമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സർവ്വവിധ പ്രയാസങ്ങളിൽ നിന്നും, ഇത്തരത്തിലുള്ള ശത്രുക്കളുടെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയെല്ലാം കാത്തുരക്ഷിക്കുമാറാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അവന്റെ ദീനിനെ പരിപൂർണമാക്കുക തന്നെ ചെയ്യും. അല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അത് സത്യനിഷേധികൾക്ക് എത്ര ഇഷ്ടകരമായില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ സഹായവും അതുപോലെ തന്നെ റബ്ബിന്റെ കാരുണ്യവും പ്രതീക്ഷിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള സർവ്വപാപങ്ങളും കരുണാവാരിയായ റബ്ബ് നമുക്ക് പുറത്തുമാക്കി നൽകട്ടെ.
നമ്മിൽ നിന്ന് വിശ്വാസത്തോടെ പിരിഞ്ഞുപോയ എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും റബ്ബിന്റെ അനുഗ്രഹത്തിന്റെ ഭവനമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഫരീദ് വല്ലാത്തൊരു പ്രയാസഘട്ടത്തിലാണ്. അദ്ദേഹം ആസ്പത്രിയിൽ അഡ്മിറ്റാണ്. അദ്ദേഹത്തിന് ന്യൂമോണിയ വല്ലാതെ കൂടുതലാണ്. അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസമുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗത്തിന് എളുപ്പത്തിൽ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് പൂർണ്ണ ശമനത്തോടുകൂടി വീട്ടിലേക്ക് മടങ്ങുവാനും അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ സമാധാനപരമായി മുന്നേറാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ രോഗം മൂലം പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين.